ഹായ് ഫ്രണ്ട്സ്, രസ്ന ഡിസൈൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ ഒരു ഫ്രോക്ക് നെറ്റിൽ വീനൊക്കെ എങ്ങനെയാണ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് ഇവിടെ ഞാൻ ക്യാൻവാസ് പേപ്പർ ഇതുപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഫോൾഡ് ചെയ്തിട്ട് അതിൻ്റെ വീതി 5 ഇഞ്ചും അതിൻ്റെ ഇറക്കം ഒരു 8.5 ഇഞ്ചിലും മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നെക്കിൻ്റെ വിഡ്ത്ത് ഒരു 3.5 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെക്കിൻ്റെ ലെങ്ത്ത് ഒരു 7.25 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് വി ഷേപ്പിൽ വരച്ചു കൊടുക്കാം. ഇതുപോലെ വി ഷേപ്പിൽ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ ഒപ്പം വരച്ചതിൻ്റെ പുറത്തുകൂടിയായിട്ട് 1 ഇഞ്ച് വീതിയിൽ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. താഴെ വരെ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് വരച്ചു കൊടുക്കാം. ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിപ്പം വരച്ച ആ ലൈനിൽ കൂടി വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇതുപോലെ കട്ട് ചെയ്തെടുത്തു. അപ്പോൾ ഇത് ഇങ്ങനെയാണ് കേട്ടോ കിട്ടുന്നത്. ഇനി നമുക്കിതൊരു വേറൊരു ക്ലോത്തിൽ അയൺ ചെയ്തെടുക്കാം. ഇതുപോലെ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ നമുക്ക് ചുറ്റിലും ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. അത് മടക്കി തയ്ച്ചു കൊടുക്കാനാണ് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശത്ത് നമ്മൾ സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് 3 ഇഞ്ച് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും 2 സൈഡിലും മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് കറക്റ്റ് ഇങ്ങനെ വെച്ച് കൊടുക്കുക. അതിൻ്റെ സെൻറ്ററിലായിട്ട് ഇനി പിൻ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ വെച്ചിട്ട് പിൻ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ അരികിൽ കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് പിന്നൊക്കെ മാറ്റാം. നമുക്ക് ആ സ്റ്റിച്ചിൽ തട്ടാതെ വേണം കട്ട് ചെയ്ത് കൊടുക്കാൻ. ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ കോർണറിൽ എത്തുമ്പോഴും കുറച്ച് ഡീപ്പായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. കറക്റ്റ് ആ വി ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ സൈഡിൽ കൂടി ചെറിയ ചെറിയ കട്ടിങ് കൊടുക്കാം. വി ഷേപ്പ് എല്ലാവർക്കും അറിയുന്നതാണ്, എങ്കിലും ബിഗിനേഴ്സിനൊക്കെ ഉപകാരം ആവുമല്ലോ വെച്ചിട്ടാണ് ഈ വീഡിയോ ഇട്ടത്. ഇതുപോലെ വന്നിട്ടുണ്ട്. ഇനി അതൊന്ന് അയൺ ചെയ്ത് കൊടുത്താൽ മതിയാവും. നല്ല നീറ്റായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസൊക്കെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. ബൈ.